ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ ഓരോ വിശ്വാസിയും വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ലിയോ 14 പാപ്പ. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവജനമായി മാറിയ ഓരോ വ്യക്തിയും ലോകത്തിനു മുൻപിൽ ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ ബാധ്യസ്ഥരാണെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയെന്നത് കേവലം ഒരു സ്ഥാപനമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരുന്ന പ്രവചനപരവും രാജകീയവുമായ ഒരു ജനതയാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. Il popolo messianico riceve da Cristo la partecipazione all'opera sacerdotale, profetica e regale in cui si attua la sua missione salvifica. I padri conciliari insegnano che il Signore Gesù ha istituito mediante la nuova ed eterna alleanza un regno di sacerdoti, costituendo i suoi discepoli in un sacerdozio regale. Questo sacerdozio comune dei fedeli viene donato con il battesimo, che ci abilita a rendere culto a Dio in spirito e verità e a professare pubblicamente la fede ricevuta da Dio mediante la Chiesa. Inoltre, attraverso il sacramento della confermazione o cresima, tutti i battezzati vengono vincolati più perfettamente alla Chiesa. Sono arricchiti di una speciale forza dallo Spirito Santo e in questo modo sono più strettamente obbligati a diffondere e a difendere la fede con la parola e con l'opera, come veri testimoni di Cristo. മാമോദീസായിലൂടെ ഓരോ ക്രൈസ്തവനും ദൈവത്തെ ആരാധിക്കുവാനും വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാനും പ്രാപ്തരാക്കുന്നു. സഭയിൽ പ്രവേശിക്കുമ്പോൾ നാം എല്ലാവരും ആദ്യം സാധാരണ വിശ്വാസികളാണെന്നും അതാണ് ഏറ്റവും അഭിമാനകരമെന്നും ഫ്രാൻസിസ് പാപ്പയുടെ ദർശനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ കൂട്ടിച്ചേർത്തു. സഭയിലെ വിശ്വാസികളുടെ കൂട്ടായ്മയ്ക്ക് വിശ്വാസപരമായ കാര്യങ്ങളിൽ തെറ്റുപറ്റില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മെത്രാന്മാർ മുതൽ സാധാരണ വിശ്വാസികൾ വരെ ഒരേ സത്യത്തിൽ ഐക്യപ്പെടുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. വിശ്വാസം എന്നത് വ്യക്തിപരമായ ഒന്നല്ല, മറിച്ച് ദൈവജനത്തിന്റെ കൂട്ടായ ബോധ്യമാണ്. ഓരോ വിശ്വാസിയും സുവിശേഷവൽക്കരണത്തിന്റെ സജീവ പങ്കാളിയാണ്. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കാൻ നാം കടപ്പെട്ടവരാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സഭയുടെ നവീകരണത്തിനായി പരിശുദ്ധാത്മാവ് നൽകുന്ന വിവിധങ്ങളായ കൃപാവരങ്ങളെ പാപ്പ പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞു. സമർപ്പിത ജീവിതം ഇത്തരത്തിലുള്ള ആത്മീയ ഫലങ്ങളുടെ ഉജ്ജ്വലമായ ഉദാഹരണമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വത്തിക്കാൻ സമയം രാവിലെ 10 മണിക്ക് ആരംഭിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. Questa consacrazione sta alla radice della comune missione che unisce i ministri ordinati e i fedeli laici. In proposito, Papa Francesco così osservava: guardare al popolo di Dio e ricordare che tutti facciamo il nostro ingresso nella Chiesa come laici. E il primo sacramento, quello che suggella per sempre la nostra identità e di cui dovremmo essere sempre orgogliosi, è il battesimo. Attraverso di esso e con l'unzione dello Spirito Santo, i fedeli vengono consacrati per formare un tempio spirituale e un sacerdozio santo, sicché tutti noi formiamo il santo popolo fedele di Dio. L'esercizio del sacerdozio regale avviene in molti modi, tutti tesi alla nostra santificazione, anzitutto partecipando all'offerta dell'Eucaristia. Mediante la preghiera, l'ascesi e la carità operosa testimoniamo così una vita rinnovata dalla grazia di Dio. Come sintetizza il Concilio, l'indole sacra e la struttura organica della comunità sacerdotale
vengono attuate per mezzo dei sacramenti e delle virtù. സൃഷ്ടിയെ പരിപാലിക്കുവാനും എല്ലാ ജീവികളെയും ബഹുമാനിക്കുവാനും സഭയ്ക്ക് സാധിക്കണമെന്ന് ലിയോ 14 പാപ്പ. പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടാൻ സഭ സന്നദ്ധമാണെന്നും വൈവിധ്യങ്ങൾക്കിടയിലും ഐക്യത്തിന്റെ സുരക്ഷിത കേന്ദ്രമായി മാറണമെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. കൊളംബിയയിലെ ബോഗോട്ടയിൽ നടക്കുന്ന 6ാമത് ആമസോണിയൻ മെത്രാൻ സമിതിയുടെ പൊതുസമ്മേളനത്തിന് അഭിസംബോധന ചെയ്ത് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. La paz del Señor esté con ustedes. Con alegría me dirijo a todos ustedes, queridos pastores, consagrados y consagradas, fieles laicos y laicas, participantes de la 6ª Conferencia Eclesial de la Amazonía, reunidos en Bogotá. Están viviendo un tiempo privilegiado de escucha al Espíritu Santo para discernir el camino de las comunidades enraizadas en esta región. Como parte de la preparación que ha sido acompañada por la oración, han querido compartir conmigo algunos de los pasos que han dado, así como los desafíos a los que se enfrentan. Me han hecho partícipe de los sufrimientos y las esperanzas de los habitantes de la región, así como del creciente deterioro de su entorno natural. A todas las personas que padecen esa situación, quisiera expresarles mi cercanía. Por esta razón, me alegra que la Asamblea tenga entre sus objetivos la formulación de los horizontes pastorales sinodales, que podrían ser un instrumento útil para orientar la proclamación de un Dios que ama infinitamente a cada ser humano, que ha manifestado plenamente ese amor en Cristo. También sé que llevarán a cabo la elección de la presidencia para el periodo 2026 a 2030, cuya tarea, entre otras, será seguir animando la implementación del Sínodo para la Amazonía y preparar asimismo las contribuciones de su experiencia para la Asamblea Eclesial en Roma, prevista para el año 2028. Tengan la seguridad de que los acompaño a través de mi oración en este importante paso, con el deseo de abrir nuevos caminos en la misión de la Iglesia en esa amada tierra. Han elegido un texto bíblico para inspirar sus reflexiones. Yo estoy por hacer algo nuevo. Ya está germinando. ¿No se dan cuenta? Es verdad, algo nuevo está naciendo. Todavía es frágil, pero ya está en proceso. Quizá imperceptible, pero como el germen del árbol chihuahuaco, el gigante de la selva, que crece notablemente lento, pero se vuelve capaz de vivir más de 1000 años. Un coloso de decenas de metros de altura y copa amplia. ആമസോൺ മേഖലയിൽ സഭ പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പാപ്പ എടുത്തു പറഞ്ഞു. ആമസോണിലെ വലിയ വൃക്ഷത്തെ ഉദാഹരണമായി കാട്ടിക്കൊണ്ടാണ് പാപ്പ സംസാരിച്ചത്. ഈ വൃക്ഷം അനേകം ജീവികൾക്ക് അഭയസ്ഥാനം ഒരുക്കുന്നതുപോലെ നാനാതത്വത്തിൽ നിന്ന് ഏകത്വം ദർശിക്കുന്ന ഒരു സുരക്ഷിത കേന്ദ്രമായി സഭ മാറണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിന്റെ അനുഗാമികളാകാൻ ആഗ്രഹിക്കുന്നവർ ദരിദ്രർക്കൊപ്പം നടക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സഭയിൽ ഇടം നൽകുവാനും തയ്യാറാകണം. ചൂഷണവും ദുരുപയോഗവും നേരിടുന്ന ആമസോണിലെ സാമൂഹിക, സാംസ്കാരിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ സഭയ്ക്ക് ബാധ്യതയുണ്ട്. പ്രാദേശികമായ മൂല്യങ്ങളും വിശ്വാസവും കോർത്തിണക്കി സഭയ്ക്ക് ഒരു ആമസോണിയൻ മുഖം നൽകുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് പാപ്പ വ്യക്തമാക്കി. ആമസോണിലെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കായി രക്തസാക്ഷിത്വം വരിച്ച അനേകം സഹോദരങ്ങളെ പാപ്പ അനുസ്മരിച്ചു. പ്രത്യാശയോടെ വിതയ്ക്കുന്നത് തുടരുക എന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. മാർച്ച് 16 മുതൽ 20 വരെയാണ് സമ്മേളനം നടക്കുന്നത്. En este sentido, si queremos ser de Cristo, el auténtico gigante de la selva, y
y primogénito de toda la creación, estamos llamados a ser la iglesia de las bienaventuranzas, una iglesia que hace espacio a los pequeños y camina pobre con los pobres. Ciertamente, el contexto actual exige una respuesta adecuada ante los numerosos desafíos sociales, ambientales, culturales y eclesiales que persisten en la Amazonía, amenazada por situaciones de abuso y de explotación. En este contexto, la flor de la pasión, cuya peculiar forma alude impresionantemente a la pasión de Cristo y que ustedes han elegido como símbolo de la Asamblea, representa el papel profético de la Iglesia y de todos sus miembros. Cada uno según su misión: proclamar el querigma y la vida nueva en Cristo, acompañar a los que sufren, custodiar la creación y el respeto a la vida en todas sus formas, especialmente a la vida humana. Otro de los objetivos de la Conferencia Eclesial, que cumple su 5º aniversario, es delinear una iglesia con rostro amazónico, anhelo del Sínodo de los Obispos en la Asamblea Especial para la región panamazónica. Esta tarea se lleva a cabo con la convicción de que con la inculturación de la fe, la Iglesia se enriquece con nuevas expresiones y valores, manifestando y celebrando cada vez mejor el misterio de Cristo, logrando unir más estrechamente la fe con la vida y contribuyendo así a una catolicidad más plena, no solo geográfica, sino también cultural. Queridos hermanos, queridas hermanas, la inculturación es un camino difícil, pero necesario. Hace falta aceptar con valentía la novedad del Espíritu, capaz de crear siempre algo nuevo con el tesoro inagotable de Jesucristo. Por eso los animo a proseguir juntos, pastores y fieles, en el fortalecimiento de la identidad de los discípulos misioneros en la Amazonía. Sigan sembrando en el surco que ha sido regado incluso con la sangre de tantos hombres y mujeres que les han precedido y que unidos a la pasión de Cristo se han convertido en la raíz de un árbol gigante que crece en la Amazonía. Confiando los frutos de esta asamblea eclesial a la especial intercesión de la bienaventurada Virgen María, Madre del Creador, les imparto de corazón la bendición apostólica. Y la bendición de Dios Todopoderoso, Padre, Hijo y Espíritu Santo, descienda sobre ustedes y les acompañe siempre. Amén. നിർമ്മിത ബുദ്ധി യുഗത്തിൽ മാധ്യമപ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്ന് ലിയോ 14 പാപ്പ. അതിവേഗം വളരുന്ന നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലും ആശയവിനിമയത്തിന്റെ കേന്ദ്രബിന്ദു മനുഷ്യ മാതൃക ആയിരിക്കണമെന്ന് ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. ഇറ്റാലിയൻ ടെലിവിഷൻ ശൃംഖലയായ റായിയുടെ വാർത്താ വിഭാഗമായ TG2 സ്ഥാപിതമായതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഈ കാര്യം വ്യക്തമാക്കിയത്. സാങ്കേതിക വിദ്യ കേവലം ഒരു ഉപാധി മാത്രമാണെന്നും മാനുഷികമായ ലക്ഷ്യങ്ങളെ അത് മറികടക്കരുതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നിർമ്മിത ബുദ്ധി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും വാർത്തകളുടെ സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിൽ മനുഷ്യന്റെ വിവേചന ബുദ്ധിയും ഇടപെടലും അനിവാര്യമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. തുറന്ന മനസ്സില്ലാതെ യഥാർത്ഥ മാധ്യമ സ്വാതന്ത്ര്യമോ ആരോഗ്യപരമായ ബഹുസ്വരതയോ സാധ്യമല്ല എന്ന് പാപ്പ പറഞ്ഞു. വിവര സ്രോതസ്സുകളുടെ ബഹുസ്വരതയാണ് TG2-ന്റെ പ്രത്യേകത. യാഥാർത്ഥ്യത്തിന്റെ സങ്കീർണതകളെ മനസ്സിലാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. വ്യത്യസ്ത സാംസ്കാരിക നിലപാടുകൾക്കിടയിലും സൗഹൃദപരമായ സഹവർത്തിത്വം മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കണം. യുദ്ധത്തിന്റെ നാടകീയമായ സാഹചര്യങ്ങളിൽ വിവരങ്ങൾ വെറും പ്രചാരണായുധമായി മാറുന്നതിനെതിരെ പാപ്പ ശക്തമായി മുന്നറിയിപ്പ് നൽകി. യുദ്ധം ജനങ്ങൾക്ക് നൽകുന്ന കഷ്ടപ്പാടുകൾ ലോകത്തെ അറിയിക്കണം. എന്നാൽ വാർത്തകളെ ഒരു വീഡിയോ ഗെയിം പോലെ തരം താഴ്ത്തരുത്.
മാധ്യമപ്രവർത്തകർ വാർത്തകൾ പരിശോധിക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണിതെന്ന് പാപ്പ പറഞ്ഞു. മാധ്യമപ്രവർത്തനം കേവലം വിവരങ്ങൾ കൈമാറലല്ല, മറിച്ച് സമൂഹത്തിൽ സമാധാനവും ധാരണയും വളർത്താനുള്ള ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. പാലസ്തീൻ പ്രസിഡന്റുമായി ലിയോ 14 പാപ്പ ഫോണിൽ സംസാരിച്ചു. മധ്യപൂർവേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങളിലും പാലസ്തീൻ ജനത നേരിടുന്ന അതീവ ഗുരുതരമായ ജീവിത സാഹചര്യങ്ങളിലും ആശങ്ക രേഖപ്പെടുത്തി ലിയോ 14 പാപ്പ. പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പാപ്പ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വത്തിക്കാൻ പ്രസ് ഓഫീസാണ് കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. യുദ്ധം അവസാനിപ്പിക്കാൻ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ചർച്ചകൾ അടിയന്തരമായി ഉണ്ടാകണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങളെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ ശാശ്വതമായ സമാധാന ഉടമ്പടിയിൽ എത്താൻ സാധിക്കൂ എന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഗാസ ഉടമ്പടിയിലുള്ള മേഖലകളിൽ തുടരുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും സംഭാഷണത്തിൽ വിഷയമായി. പരിശുദ്ധ സിംഹാസനവും പാലസ്തീൻ രാജാവും തമ്മിലുള്ള സമഗ്ര കരാറിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ നവംബർ 6-ന് അദ്ദേഹം പാപ്പയെ കാണാൻ വേണ്ടി വത്തിക്കാനിലെത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ടെലിഫോൺ സംഭാഷണത്തെയും നിരീക്ഷകർ കാണുന്നത്. പാലസ്തീൻ ജനതയുടെ ക്ഷേമത്തിനായി പരിശുദ്ധ സിംഹാസനം എന്നും നിലകൊള്ളുമെന്ന് പാപ്പ പ്രസിഡന്റിന് ഉറപ്പു നൽകി. മതസ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ലിയോ 14 പാപ്പയ്ക്ക് അമേരിക്കയുടെ ലിബർട്ടി പുരസ്കാരം. ലോകമെമ്പാടും മതസ്വാതന്ത്ര്യവും മനുഷ്യാന്തസ്സും സംരക്ഷിക്കുന്നതിനായി നടത്തുന്ന സമാനതകളില്ലാത്ത ഇടപെടലുകൾ മുൻനിർത്തി ലിയോ 14 പാപ്പയെ ലിബർട്ടി പുരസ്കാരം നൽകി ആദരിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ 250ാം സ്ഥാപക വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജൂലൈ 3-ന് ഫിലാഡൽഫിയയിലെ ഇൻഡിപെൻഡൻസ് മാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെന്റർ നൽകുന്ന 38ാമത് ലിബർട്ടി പുരസ്കാരമാണിത്. മതസ്വാതന്ത്ര്യത്തെ ഒരു അവകാശമായി മാത്രം കാണാതെ മനുഷ്യാന്തസ്സിന്റെ പ്രകടനമായി ഉയർത്തിപ്പിടിച്ചു. സംഘർഷബാധിത പ്രദേശങ്ങളുടെ മതന്യൂനപക്ഷങ്ങൾക്കും തഴയപ്പെട്ടവർക്കും വേണ്ടി നടത്തിയ ധീരമായ ഇടപെടലുകൾ, വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യവും സമാധാനവും വളർത്താൻ നടത്തിയ ശ്രമങ്ങൾ, അമേരിക്കൻ ഭരണഘടനയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് 1988-ലാണ് ഈ പുരസ്കാരം സ്ഥാപിതമായത്. ലോകമെമ്പാടും സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം എത്തിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയുമാണ് ഈ അവാർഡിനായി പരിഗണിക്കാറുള്ളത്. ജൂലൈ 3-ന് നടക്കുന്ന ചടങ്ങിൽ പാപ്പ തത്സമയം പ്രഭാഷണം നടത്തുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ വ്യക്തമാക്കി. അമേരിക്കയുടെ 250ാം വാർഷികത്തിന്റെ തലേന്ന് നടക്കുന്ന ഈ ചടങ്ങ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. മതസ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന പാപ്പയുടെ നിലപാടുകൾക്കുള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് ഈ പുരസ്കാരം വിലയിരുത്തപ്പെടുന്നത്. മധ്യപൂർവേഷ്യയിലെ യുദ്ധഭീകരത ഉടൻ അവസാനിപ്പിക്കണമെന്ന് ലിയോ 14 പാപ്പ. ലെബനനിൽ ഉൾപ്പെടെ മധ്യപൂർവ്വ ദേശങ്ങളിലെ സാധാരണ ജീവിതം ദുരിതപൂർണമാക്കി തുടരുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ലിയോ 14 പാപ്പ. നീതിയും സ്ഥിരതയും സമാധാനവും ഉറപ്പാക്കാൻ അക്രമം സഹായിക്കില്ല എന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. Attraverso la simbologia di questo episodio, l'Evangelista Giovanni ci parla del mistero della salvezza. Mentre eravamo nell'oscurità, mentre l'umanità camminava nelle tenebre, Dio ha inviato il suo Figlio come luce del mondo per aprire gli occhi dei ciechi e illuminare la nostra vita. I profeti avevano annunciato che il Messia avrebbe aperto gli occhi dei ciechi. Gesù stesso accredita la propria missione mostrando che i ciechi riacquistano la vista e si presenta dicendo: Io sono la luce del mondo. In effetti possiamo dire che noi tutti siamo ciechi dalla nascita, perché da soli non riusciamo a vedere in profondità il mistero della vita. Perciò Dio si è fatto carne in Gesù, perché il fango della nostra umanità, impastato con il respiro della sua grazia,
potesse ricevere una nuova luce, capace di farci vedere finalmente noi stessi, gli altri e Dio nella verità. Colpisce il fatto che lungo i secoli si sia diffusa l'opinione presente ancora oggi, secondo cui la fede sarebbe una specie di salto nel buio, una rinuncia a pensare, così che avere fede significherebbe credere ciecamente. മധ്യപൂർവ്വ ദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യുദ്ധഭീകരത അവസാനിപ്പിക്കാൻ അവയ്ക്ക് കാരണമായവർ തയ്യാറാകണമെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലായി മധ്യപൂർവ്വ ദേശങ്ങളിലെ ജനങ്ങൾ അതികഠിനമായ യുദ്ധഭീകരതയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ആയിരക്കണക്കിന് നിഷ്കളങ്കരായ മനുഷ്യരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടതെന്ന് പ്രസ്താവിച്ചു. അതിലധികം ആളുകൾ തങ്ങളുടെ ഭവനങ്ങൾ വിട്ടിറങ്ങാൻ നിർബന്ധിതരായെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സ്കൂളുകൾ, ആശുപത്രികൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധിയിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് തന്റെ പ്രാർത്ഥനകളും സാമീപ്യവും വീണ്ടും ഒരിക്കൽ കൂടി പരിശുദ്ധ പിതാവ് വാഗ്ദാനം ചെയ്തു. മാർച്ച് 11 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിലും ഇത്തരമൊരു വാഗ്ദാനം പരിശുദ്ധ പിതാവ് നടത്തിയിരുന്നു. ലബനനിലെ സ്ഥിതിഗതികൾ വളരെ ആശങ്കയുണർത്തുന്നതാണെന്ന് പ്രസ്താവിച്ച പാപ്പ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി സംവാദത്തിന്റെ മാർഗം മുന്നോട്ട് വെച്ചു. ഇറാനിലും മധ്യപൂർവ്വ ദേശങ്ങളിൽ മുഴുവനിലും സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ബുധനാഴ്ചയും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തിരുന്നു. നിലവിലെ സംഘർഷങ്ങൾക്ക് ഉത്തരവാദികളായവരെ സന്മനസ്സുള്ള എല്ലാവരുടെയും, പ്രത്യേകിച്ച് മധ്യപൂർവ്വ ദേശങ്ങളിലെയും ക്രൈസ്തവരുടെ പേരിൽ വെടിനിർത്തലിന് ക്ഷണിച്ച പാപ്പ നീതിയും സമാധാനവും സ്ഥിരതയും കൊണ്ടുവരുന്നതിനായി സംവാദത്തിന്റെ മാർഗം പുനരാരംഭിക്കാൻ അഭ്യർത്ഥിച്ചു. നീതിയും സമാധാനവും സ്ഥിരതയും അക്രമത്തിന്റെ പാതയിലൂടെ നേരിടാനാകില്ലെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. La fede non è un atto cieco, un abdicare alla ragione, una sistemazione in qualche certezza religiosa che ci fa distogliere lo sguardo dal mondo. Al contrario, la fede ci aiuta a guardare dal punto di vista di Gesù con i suoi occhi. È una partecipazione al suo modo di vedere e perciò ci chiede di aprire gli occhi, come faceva lui, soprattutto sulle sofferenze delle altre e sulle ferite del mondo. Oggi in particolare, a fronte delle tante domande del cuore umano e delle drammatiche situazioni di ingiustizia, di violenza, di sofferenza che segnano il nostro tempo, c'è bisogno di una fede sveglia, attenta e profetica, che apra gli occhi sulle oscurità del mondo e vi porti la luce del Vangelo attraverso un impegno di pace, di giustizia e di solidarietà. Chiediamo alla Vergine Maria che interceda per noi, perché la luce di Cristo apra gli occhi del nostro cuore e possiamo dare testimonianza di Lui con semplicità e coraggio. ലിയോ 14 പാപ്പ ഔദ്യോഗിക വസതിയായ അപ്പസ്തോലിക കൊട്ടാരത്തിലേക്ക് താമസം മാറ്റി. മാർച്ച് 14 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞാണ് പാപ്പ വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി സമുച്ചയത്തിലെ തന്റെ താൽക്കാലിക അപ്പാർട്ട്മെന്റിൽ നിന്ന് പുതിയ വസതിയിലേക്ക് മാറിയതെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തയോ ബ്രൂണി അറിയിച്ചു. ഫ്രാൻസിസ് പാപ്പ തന്റെ ഭരണകാലം അത്രയും വത്തിക്കാനിലെ സാന്താ മാർത്ത ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അതിനാൽ കഴിഞ്ഞ 13 വർഷത്തോളമായി ഉപയോഗിക്കാതെ കിടന്നിരുന്ന അപ്പസ്തോലിക കൊട്ടാരത്തിലേക്കാണ് പുതിയ പിൻഗാമി എത്തുന്നതെന്ന് പ്രത്യേകതയുമുണ്ട്. പാപ്പയോടൊപ്പം അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരും അടുത്ത സഹകാരികളും കൊട്ടാരത്തിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. വിവിധ നിലകളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഈ കൊട്ടാരത്തിൽ പാപ്പ ഞായറാഴ്ചകളിൽ ത്രികാല ജപ പ്രാർത്ഥന നയിക്കാനെത്തുന്ന ജനാലയുള്ള ഓഫീസ് മുറി, ലൈബ്രറി, ചെറിയ ചാപ്പൽ തുടങ്ങി നിരവധി സൗകര്യങ്ങളുണ്ട്. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.